ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്. അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? അതിൽ ഞാൻ 2 കല്യാണം കഴിച്ചു. ഇവര് ആദ്യം പോയിട്ട് അതിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കല്യാണം നടത്തിയതോ ഈ ഫംഗ്ഷനൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കുന്നേ. ആരെയും ഇപ്പൊ നമുക്ക് വേണ്ടി സംസാരിക്കാം. നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് അവർ പറഞ്ഞതിലൊക്കെ സത്യം അല്ല, സത്യം കൊണ്ടേ ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, നിങ്ങളിപ്പോ കേട്ടു. നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? എന്റെ ചെറിയ പ്രായത്തിൽ ഞാനൊന്ന് ഒരാളെ ഇഷ്ടപ്പെട്ടതോ? അതാണോ അപ്പൊ നിങ്ങൾ എന്റെ 20 വയസ്സിൽ ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഇഷ്ടമാണോ നിങ്ങളിപ്പോൾ ഇത്ര കാലത്തിലും എന്നെ അനുഭവിപ്പിക്കുന്നത്? അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ ആയിഷ എന്ന് പേരുള്ള ഒരു യുവതിയുടെ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അവരെ ഭർത്താവ് അവരെ സമ്മതമില്ലാതെ വേറെ വിവാഹം കഴിച്ചു. അവർക്കൊരു മകളുണ്ട്. ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കോടതി ഉത്തരവ് പ്രകാരം താമസിക്കാൻ വന്നിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ അവിടെ കയറ്റാൻ സമ്മതിക്കാതെ സമരത്തിലിരിക്കുന്ന ഒരു യുവതിയുടെ വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമൻ്റായിട്ട് ഇട്ടിരുന്നത് ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ഈ ആണുങ്ങൾക്ക് എത്രയും കല്യാണം കഴിക്കുക. കണ്ടില്ലേ, ഒരു ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് കല്യാണം കഴിച്ചത് ഇതെങ്ങനെ നീതിയാവുക? അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള അവരിൽ നിന്ന് വാങ്ങിയ 100 പവനും പിന്നെ എത്ര 15 ലക്ഷം രൂപയെ പിന്നെ ആ കുട്ടിയുടെ ചിലവ് അതൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിച്ചാൽ പോരെ. അപ്പോൾ എന്താണ് ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു തീരുമാനം? ഇസ്ലാം ഇങ്ങനെ ഒരു പെണ്ണിട്ടുള്ള ഒരു മതമാണോ? ഇതിനിടയ്ക്ക് ഞാൻ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഒന്ന് കാണും. ഇവിടെ ഇന്ത്യയുടെ നിയമം ശരിയാണ്. അത് ഇവിടെ ശരിയാത്ത നിയമപ്രകാരമാണ് നടക്കുന്നത്. ശരിയാത്ത നിയമത്തിൽ അങ്ങനെ 4 കല്യാണം വരെ കഴിക്കാം. എത്ര കല്യാണം കഴിച്ചു? അതിൽ ഞാൻ 2 കല്യാണം കഴിച്ചു. ഇവര് ആദ്യം പോയിട്ട് അതിന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കല്യാണം നടത്തിയതോ ഈ ഫംഗ്ഷനൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് അവളവിടെ കൊണ്ടുവച്ച് അവനെ കൈവശപ്പെടുത്തി അപ്പം ചെയ്തതാണ്. അല്ലാണ്ട് ഇവര് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നിയമപരമായിട്ട് ഇവര് കല്യാണം കഴിച്ചില്ലേ? നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കുകയും ചെയ്തല്ലോ. ജീവിച്ചിട്ടുണ്ടോ? മോളില്ലേ? ഉണ്ടാവും. അതാവാൻ സമ്മതിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ പാടുണ്ടോ? ഒരു കല്യാണം കഴിച്ച് 5 വർഷം അവന് കാത്തിരുന്നാൽ പോരെ? അവനൊരു മനുഷ്യനല്ലേ, വിചാരമുള്ള മനുഷ്യനല്ലേ. അവനക്കൊരു തോന്നിയാസം ചെയ്യാൻ പറ്റുമോ? ഒരു നല്ല ഹലാലായി എല്ലാവരും ജീവിക്കാൻ അവനക്ക് പറ്റുമോ? അപ്പോൾ അതിൻ്റെ പേര് അവർക്ക് സൈകെട്ട പാവം ചെയ്തിട്ടുണ്ടാവും. നിയമപരമായിട്ട് അങ്ങ് ഡിവോഴ്സ് ചെയ്താൽ പോരെ? ഡിവോഴ്സ് ചെയ്യുക. ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാവം കാക്ക പറഞ്ഞത് കേട്ടാൽ ഇസ്ലാം ഒരു പെണ്ണ് കെട്ടാനുള്ളൊരു മതമാണ് എന്ന രീതിയിൽ ഒരാൾ വ്യാഖ്യാനിച്ചാൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു മാനം എന്താണ്? അങ്ങനെ പുരുഷന്മാർക്ക് അങ്ങനെ ഭാര്യയുടെ സമ്മതമില്ലാതെ പോയി കല്യാണം കഴിച്ചാൽ, ഞാൻ ആ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു, അങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കല്യാണം ശരിയാവും. അപ്പോൾ പലരും സംശയിക്കുന്നുണ്ടാവുക ഈ സ്ത്രീയുടെ ഭർത്താവ് എന്തുകൊണ്ടായിരിക്കും കല്യാണം കഴിച്ചാൽ. നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ആ 2 ഭാഗവും കയറിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീയുടെ ഭാഗങ്ങളൊക്കെ സ്ത്രീയുടെ വീഡിയോകളിലായിട്ടും വാർത്തകളിലായിട്ടും അവർ ഇൻസ്റ്റയിലായിട്ടൊക്കെ നമുക്ക് കാണാം. ഭർത്താവിൻ്റെ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു. അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് അയാൾ കല്യാണം കഴിച്ചത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ഒരു നിയമം എന്താണ്? ഇങ്ങനെ ഭാര്യയുടെ സമ്മതമില്ലാതെ കിട്ടുന്ന ഒരു മതമാണോ ഇസ്ലാം? ഒരു സ്ത്രീയും അംഗീകരിക്കില്ല. ഒരു സ്ത്രീയും അവരെ ഭർത്താക്കന്മാരൊരു സുപ്രഭാതത്തിൽ വന്ന് പറയുകയാണ്, ഞാനിതാ കോട്ടക്കലിൽ നിന്ന് വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ട്, എൻ്റെ സമ്മതം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും പായസം ഉണ്ടാക്കിയിട്ട് ഭർത്താവിനെ സൽക്കരിക്കൂല, കണ്ണുനീരിറ്റ് വീഴും. അപ്പോൾ ഇസ്ലാം എന്താണ് ഇങ്ങനെ സ്ത്രീകളെ മനസ്സിലാക്കാതെ പുരുഷന്മാരെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി മാത്രം വഴങ്ങുന്ന ഒരു മതമാണോ? അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോ. ഇസ്ലാമിൽ വിവാഹം കഴിക്കുന്ന നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല. താല്പര്യമുള്ള ഒരാളുകൾക്ക് നോക്കി നടത്താൻ കഴിയുന്ന ഒരാളുകൾക്ക് ലൈംഗികമായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രം പറഞ്ഞൊരു പ്രക്രിയയാണ് വിവാഹം. ഈ വിശുദ്ധ ഖുർആനിൽ ഈ ഒരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ ഫൻകിഹു മാ താബലക്കും മിൻ നിസാഇ മസ്ന വ സുലാസ വ റുബാ. അതായത് നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2, 3, 4 കല്യാണം കഴിക്കാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരാളെ തന്നെ തിരഞ്ഞെടുക്കലാണ് എന്ന രീതിയിൽ ഖുർആനിലൊരു ആയത്തുണ്ട്. ഈ ആയത്ത് അന്നത്തെ കാലത്ത് ഒരുപാട് പേരെ കല്യാണം കഴിക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്കാണ് ആ വിവാഹത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 2, 3, 4 കല്യാണം കഴിക്കാം, അവർക്കിടയിൽ തുല്യനീതി പാലിക്കണം എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രമുഖമായൊരു നയം ഒരു വിവാഹം തന്നെയാണ്. ഭാര്യയുടെ സമ്മതമില്ലാതെ ആ വിവാഹം എന്ന പ്രക്രിയ സാധുവാകുമെന്നേ ഉള്ളൂ. അങ്ങനെ വിവാഹം കഴിക്കുന്നത് ധാർമ്മികമായിട്ട് ഒട്ടും ശരിയല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഞാൻ ഒരു വിവാഹിതനാണ്, 2, 3 മക്കളുണ്ട്, എൻ്റെ ഭാര്യ. ഞങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഞാൻ വേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഇഷ്ടപ്പെടും, എൻ്റെ ഭാര്യയുടെ സമ്മതമൊന്നും വേണമെന്നില്ല, എനിക്ക് വേറെ വിവാഹം കഴിക്കാൻ. 4 മദ്ഹബിൽ ഇങ്ങനെ പറഞ്ഞ അർത്ഥം ഇങ്ങനെ കല്യാണം കഴിക്കണം എന്നല്ല. ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ കല്യാണം എന്നുള്ള നിക്കാഹ് എന്നുള്ള പ്രക്രിയ സാധുവാണ് എന്നേ അർത്ഥമുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
നിസ്കരിക്കാൻ വുളൂ വേണമല്ലോ, നിസ്കരിക്കാൻ വുളൂ വേണം, ഔറത്ത് നമ്മുടെ നഗ്നത മറക്കണം. ഈ 2 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വുളൂ എടുത്തു, എനിക്ക് ഡ്രസ്സ് ഉള്ളത് ഞാൻ മോഷ്ടിച്ച് കൊടുക്കുന്നൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും. പക്ഷേ നിസ്കരിച്ചത് ശരിയല്ല, കാരണം ഞാൻ മോഷ്ടിച്ച വസ്ത്രം കൊണ്ടാണ് നിസ്കരിച്ചത്. ആ നിസ്കാരം എന്നുള്ള പ്രക്രിയ ശരിയാണ്. ഇതേപോലെ 2ാമത് വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യയുടെ സമ്മതമില്ലാതെ തന്നെ ആ വിവാഹം സാധുവാണ് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ഭാര്യയുടെ സമ്മതമില്ലാതെ നിങ്ങൾ വിവാഹം കഴിക്കൂ എന്നല്ല, വിവാഹം കഴിക്കണം എന്നുമല്ല. പലരും ഇതിനെ തെറ്റിദ്ധരിക്കാൻ. ഇപ്പോൾ ഈ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ഇവരുടെ ഭർത്താവ് 2ാമത് വിവാഹം കഴിച്ചു. അതിന് അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ട് 2ാമത് വിവാഹം കഴിക്കാൻ. ഒന്നാമത് ഇവർ ലിബറലായിട്ട് ജീവിച്ച ആളുകൾ, മതപരമായിട്ട് പോലും അല്ലാതെ വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിച്ച ആളുകൾ, പിന്നീട് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മതപരമായിട്ട് വിവാഹം കഴിച്ച ആളുകൾ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2 പേരും എന്തായി? സ്പ്ലിറ്റായി. 2 പേർക്കും പരസ്പരം താല്പര്യമില്ലാതായി. ഇവർക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗം എന്താണ്? ത്വലാഖുൻ മുബാറാത്തിൻ, പരസ്പരം മ്യൂച്വൽ ത്വലാഖ്. ത്വലാഖിന് ഇവർക്ക് താല്പര്യമില്ല. ഇവർക്ക് പരസ്പരം കേസ് കൊടുത്തും ഇതൊരു ലീഗൽ പ്രശ്നമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇയാൾ എന്ത് തീരുമാനിച്ചു? ത്വലാഖുൻ മുബാറാത്ത് ആണെങ്കിൽ ഞാൻ ചെയ്യാം, ഏകപക്ഷീയമായിട്ട് ഞാൻ ത്വലാഖ് ചൊല്ലില്ല. ഇനി ആ സ്ത്രീക്ക് ഭർത്താവിനെ വേണമെങ്കിൽ ഇസ്ലാമിൽ അതിലും ചോയ്സ് ഉണ്ട്. ഫസ്ക് ചെല്ലാം, ഹുൽ ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊരു ലീഗൽ പ്രശ്നമാക്കി മാറ്റി ഒരാളുടെ ലൈഫ് തകർക്കുന്ന നിമിഷം അയാൾ ഈ ചോയ്സ് എടുത്തു. ഏത് ചോയ്സ്? 2ാമത് വിവാഹം കഴിക്കാനുള്ളൊരു ചോയ്സ് അയാൾ സ്വീകരിച്ചു. അയാൾ ഇസ്ലാമിസ്റ്റോ അല്ലെങ്കിൽ അയാൾ ഏതൊരു ലിബറൽ, അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. അയാൾക്ക് ആ ചോയ്സ് അയാൾ സ്വീകരിച്ചു. അയാൾ 2ാമത് വിവാഹം കഴിച്ചു. ആ വിവാഹം സാധുവാണ്, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനെ വിവാഹം കഴിക്കുന്ന ആളുകൾ പല രൂപത്തിലുണ്ട്. ഒന്ന്, കൃത്യമായിട്ട് അടികൊള്ളാത്ത സൂക്കട്, എവിടുന്നെങ്കിലും വല്ല കണ്ണി കണ്ട പെണ്ണുങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കും. എന്നിട്ട് ഓരെ അങ്ങോട്ട് പറഞ്ഞ് പറ്റിച്ചിട്ടോ മറ്റോ പ്രലോഭിപ്പിച്ച കല്യാണം കഴിക്കും. പാവം ആദ്യ ഭാര്യ കുടുങ്ങി. എത്രയോ കേസുകൾ അങ്ങനെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ ഈ ഒരു മതത്തിനെ വിവാഹം കഴിക്കാനുള്ള ഒരു മതമാക്കി മാറ്റിയേക്കാണ്. അപ്പോൾ ഇസ്ലാമിൽ വിവാഹം 2ാമതൊരു വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞതിന് ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. പലപ്പോഴും മുസ്ലിംസ് ഇതൊന്നും പാലിക്കാതെ ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോൾ സെക്സ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് വേറെ കെട്ടിയ ആളുകളുണ്ട്. ഭാര്യയ്ക്ക് ഇപ്പം അതിനെക്കൊണ്ട് പറ്റാത്ത കാലമാണ്, അതുകൊണ്ട് ഞാൻ വേറെ പെണ്ണിട്ടാന്ന് പറഞ്ഞ് കെട്ടിയ ആളുകളുണ്ട്. ഇങ്ങനെ തുമ്മിയാലുള്ളൊരു വിഷയം, ചെറിയ പ്രശ്നങ്ങൾ, ഭക്ഷണത്തിൽ ആ മുടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വേറെ പെണ്ണിട്ടാൻ പോയ ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഈ മതനിയമങ്ങളെ ദുരുപയോഗം ചെയ്തിട്ടാണ്. ഇനി ഒരാൾക്ക് കല്യാണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായി, പല രീതിയിലുണ്ടാവും. ചിലവർ കല്യാണം കഴിക്കുക എന്താണെന്നറിയോ? സെയിം ഇതേപോലെ ഡോക്ടർ ആയിഷയുടെ ഇഷ്യൂ പോലെയുള്ള. നിങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്നേ, ആരെങ്കിലും ഇപ്പൊ നമുക്ക് വേണ്ടി സംസാരിക്കാം. നിങ്ങൾക്ക് പറഞ്ഞത് അവർ പറഞ്ഞതിലൊക്കെ സത്യം അല്ല, സത്യം പോട്ടെ, ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, നിങ്ങളിപ്പോ കേട്ടു, നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? എന്റെ ചെറിയ പ്രായത്തിൽ ഞാനൊന്ന് ഒരാളെ ഇഷ്ടപ്പെട്ടതോ? അതാണോ അപ്പൊ നിങ്ങൾ എന്റെ 20 വയസ്സിൽ ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഇഷ്ടമാണോ നിങ്ങളിപ്പം ഇത്ര കാലത്തിലും എന്നെ അനുഭവിപ്പിക്കുന്നത്? അതുകൊണ്ടാണോ നിങ്ങളൊക്കെ തീരുമാനം എടുക്കാത്തത്? ഇനി അതുകൊണ്ട് തന്നെയാണോ ഇയാൾ വേറെ കല്യാണം കഴിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നിച്ച് പോകാൻ ഒരു നിലക്കും പറ്റൂല. പിന്നെ അവിടെയുള്ള മാർഗം എന്താണ്? വിവാഹമോചനമാണ്. വിവാഹമോചനം, ഇസ്ലാമിലെ വിവാഹമോചനം 3 തരത്തിലുണ്ട്. ഒന്ന്, സ്ത്രീക്ക് അങ്ങോട്ട് വിവാഹമോചനം ചെയ്യാം, പുരുഷൻക്ക് ഇങ്ങോട്ടും ചെയ്യാം. അതിനാണ് ത്വലാഖ് എന്ന് പറയും, മറ്റേതിന് ഫസ്ക്, ഹുൽ എന്നൊക്കെ പറയും. ഇനി 2 പേരും കൂടി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തലാഖുൽ മുബാറാത്ത് ചെയ്യാം. പിന്നെ ഒരു പ്രശ്നം കിടക്കുന്നത് എവിടെയെന്ന് അറിയോ? ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സ്വർണം മറ്റും വാങ്ങിയിട്ടുണ്ടാവും. ഇതൊന്നും വീട്ടാതെയാണ്, ഇതൊന്നും തിരിച്ചു കൊടുക്കാതെയാണ് ഇവർ ഈ വിവാഹം വേറെ കഴിക്കണം. അത് ധാർമ്മികപരമായിട്ട് വലിയൊരു തെറ്റല്ലേ? ഞാനിപ്പോഴും മനസ്സിലാക്കി പറയുന്നു, ഒരു കുഴപ്പവും ഇല്ലാതെ അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ വേറെ വിവാഹം പോയിട്ട് ഭാര്യ അറിയാതെ കഴിക്കണത് ഓനെ തല്ല് കിട്ടാത്ത കുഴപ്പമാണ്. ഒരിക്കലും അത് അംഗീകരിക്കപ്പെടേണ്ട ഒന്നല്ല. ഒരു അനുമതി ഉണ്ട് എന്ന് കരുതിയിട്ട് അതെല്ലാം ഉപയോഗിക്കാനുള്ളതല്ല. അത് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ദുർവ്യാഖ്യാനിച്ചിട്ട് ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ള അവൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് മാത്രം ലക്ഷ്യം വെച്ചുള്ള കല്യാണങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നല്ലപോലെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അവൻ്റെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി മാത്രം 2ാമത് പെണ്ണ് കെട്ടുമ്പോൾ 1ാമത്തെ പെണ്ണിൻ്റെ കണ്ണീര് കുടിപ്പിക്കാൻ
ഒന്നാമത്തെ ഭാര്യ അവൻ കണ്ണീരിലാഴ്ത്തുകയാണ്. ഇനി വേറെ ചില കേസുണ്ട്, ഭാര്യയുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പുറം ലോകത്ത് അറിയില്ല, അവനക്ക് മാത്രം അറിയാവുന്ന, ഭാര്യയ്ക്ക് മാത്രം അറിയാവുന്ന പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിലും ചികിത്സ ഒക്കെ നടത്തിയിട്ട് പരിഹാരം ഇല്ലെങ്കിൽ പോരെ രണ്ടാമത്തെ കല്യാണങ്ങൾ. പിന്നെ ഞാൻ ഈ പറഞ്ഞ നേരത്തെ കേസിൽ, ഇപ്പോൾ ഈ ഡോക്ടർ ആയിഷയുടെ കേസിലേതുപോലെ 2 വ്യവഹാരങ്ങൾ കടന്നിട്ട് വർഷങ്ങൾ നീണ്ടുപോകുന്ന സമയത്ത് അവൻ രണ്ടാമത് കല്യാണം കഴിച്ചാൽ എന്താണ് ഇപ്പോൾ തെറ്റു പറയാനുള്ളത്? ആ സ്ത്രീക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭർത്താവിനെ ഫസ്ക് ചെയ്തിട്ട് അവർക്കും കല്യാണം കഴിക്കാമല്ലോ. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്നറിയോ? ആണുങ്ങൾക്ക് മാത്രമല്ല തലാക്കല്ല, സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിൽ സ്ത്രീക്ക് ഇങ്ങോട്ട് ഒഴിവാക്കുക, പുരുഷൻക്ക് അങ്ങോട്ട് ഒഴിവാക്കുക. ഈ വിവാഹം കഴിക്കുക, കുട്ടികളുണ്ടാവുന്നുള്ളത് പുരുഷൻ്റെ മാത്രം ആവശ്യമില്ലല്ലോ, അത് ആദ്യം മനസ്സിലാക്കുക. ഒരു വിവാഹം കഴിക്കുക, കുട്ടികളുണ്ടാവുന്നത് പുരുഷൻ്റെ മാത്രം ആവശ്യമാണ്, സ്ത്രീയുടെയും കൂടി ആവശ്യമല്ലേ? അപ്പോൾ 2 കൂട്ടരും അതിലൊക്കെ തുല്യ പങ്കാളിത്തമുണ്ട്. അത് എല്ലാം പുരുഷൻ്റെ തലയിൽ കൊണ്ട് ഇടലല്ല. സ്ത്രീക്കും ആഗ്രഹമുണ്ട്, സ്ത്രീക്കും ആവശ്യമാണ് കുട്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് പോവുക. അത് കഴിയില്ല, രണ്ടും സ്പ്ലിറ്റായി പോവുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും തുല്യ ഉത്തരവാദിത്തമല്ലേ? പിന്നെ എല്ലാം കൂടി ആളുകളുടെ തലയിൽ കൊണ്ടിടാം. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇസ്ലാം അല്ലാത്ത മറ്റേത് ജനവിഭാഗങ്ങളിലാണ് ഈ 2ാം വിവാഹങ്ങളുള്ളത്? അതായത് ദ്വിഭാര്യത്വം, ഒരു വിവാഹത്തിന് പുറമെ മറ്റൊരു വിവാഹം കൂടി കഴിക്കുന്ന ഒരു രീതിയുള്ളത് ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും മതങ്ങളിൽ, ഹൈന്ദവ മതങ്ങളിലോ അല്ലെങ്കിൽ ക്രിസ്തു മതങ്ങളിലോ മറ്റേ ഒരുപാട് മതങ്ങളിൽ, ഏതൊക്കെ മതങ്ങളിൽ ഇത്തരം ആചാരങ്ങളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.